ഹേ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നില്ലേ ചെറിയൊരു ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ വീട്ടിലെ ഉമ്മയും അനിയത്തിയും അതുപോലെ എൻ്റെ മോനും ഇല്ലേനു. എൻ്റെ മോനില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വിചാരിച്ച് മതി, ഏതായാലും ഇന്ന് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ചായ ആക്കി കൊടുക്കുന്നതാണ്. ഇങ്ങനെ നോക്കിയപ്പം മാഗി ഉണ്ടായിരുന്നു. ഇങ്ങനെ മാഗി ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറേ ദിവസമായി ഇവർ പറയുന്നത് മാഗി ആക്കണമെന്ന്. അങ്ങനെ മാഗിക്ക് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും തക്കാളിയും അതുപോലെ കറിവേപ്പിലെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെയെല്ലാം ഇട്ടിട്ടാണ് ആക്കൽ. എനിക്ക് പക്ഷേ നോർമലായിട്ടുള്ള മാഗിയില്ലേ, ഒന്നും ഇടാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ആ മാഗിയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ നെയ്യെല്ലാം വെച്ച് ഇങ്ങനെ വാട്ടിയ മാഗിയാണ് കുട്ടികൾക്കും ഇഷ്ടം. പിന്നെ അവരുടെ ഇഷ്ടത്തിനങ്ങ് അനുസരിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ച് അവർക്ക് കൊടുക്കണ്ടല്ലേ. അങ്ങനെ മാഗി മസാലയെല്ലാം ഇട്ടിട്ട് നമ്മളെ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടുന്നുണ്ട്. ഉമ്മയും അനിയത്തിയും മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയിന്. അന്നേരം അവരൊക്കെ ഞാൻ മോനെയും പറഞ്ഞേച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് കാലിന് എനിക്ക് ഇതാക്കാൻ പറ്റില്ലല്ലോ, അപ്പം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരൊക്കെ ഉമ്മാൻ്റെയൊക്കെ മോനെയും പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഇതാ മാഗിക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ 2 പീസ് മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാഗിയെല്ലാം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അതുപോലെ നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് ആക്കാൻ പറ്റിയൊരു ചായൻ്റെ കടിയുമാണല്ലേ. എന്നെപ്പോലെ മാഗി ഇഷ്ടമുള്ള ആളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മളെ മാഗി തിളച്ച് വന്നിട്ടുണ്ട്. മാഗി പെട്ടെന്ന് തന്നെ ആയിനല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ തന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിന്. ഇതാ ചായൻ്റെ വെള്ളം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ചായയിൽ പൊടിയിടുന്നതാണ്. പഞ്ചസാര നമ്മൾ വെള്ളത്തിൽ തന്നെ ഇടും കേട്ടോ. നമുക്ക് വേണ്ടുന്ന പഞ്ചസാര ഇട്ട് ഇതാക്കും. അങ്ങനെ ചായ ആയതിന് ശേഷം ഞാൻ ഇത് വേഗം റിയാസ്ക്ക് കൊടുക്കട്ടെ. മൂപ്പർക്കും മാഗി നല്ല ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഒരേ ടേസ്റ്റുള്ളവരാണ് കേട്ടോ. മാഗി അതുപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. എനക്കും അതേ, റിയാസ്ക്കും അതെ, അതുപോലെ തന്നെ മക്കളും വന്നിട്ടുണ്ട്. അവർക്കും അങ്ങനെ തന്നെ ഇഷ്ടം. പണ്ടെല്ലാം ഉമ്മ മാഗിയിലാക്കുന്ന സമയത്താണെങ്കിൽ ഞാനും അനിയത്തിയും മാത്രമേ തിന്നാനുണ്ടാവും. കാര്യം വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഫുള്ള് നമ്മൾ മാത്രമേ കഴിക്കൂ. ഉമ്മ അങ്ങനെ കഴിക്കൊന്നുമില്ല. പിന്നെ പക്ഷേ ഇപ്പം നമുക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. എനക്കും അനിയത്തിക്കും കാര്യം നമ്മളെ മക്കളുണ്ട്. പിന്നെ അവർ കഴിച്ചതിൻ്റെ ബാക്കി നമുക്ക് കഴിക്കാൻ കിട്ടും. അവർ കഴിച്ചതിൻ്റെ ബാക്കിയൊന്നും ഉണ്ടാവില്ല, എന്നാലും അവർക്ക് കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കൂ. പിന്നെ ചായ എല്ലാം കൊണ്ടുവച്ച് നോക്കുമ്പോൾ ഇവർ രണ്ടാളെയും കാണാനില്ല. നോക്കുമ്പോൾ ഇവിടുന്ന് മേക്കപ്പ് ചെയ്യുന്ന തിരക്കിൽ എൻ്റെ തട്ടയെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇവരിങ്ങനെ സ്കൂൾ വിട്ട് വന്നാലും മദ്രസ വിട്ട് വന്നാലെല്ലാം ഇവരെ പരിപാടി ഇതാണ്. എൻ്റെ തട്ടയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കളിക്കൽ, അങ്ങനത്തെ എല്ലാം കളിയാണ് ഇവരിടുന്ന് കളിക്കുക. അപ്പോൾ ഇതാ അവരങ്ങനെ മാഗി സ്പൂണെല്ലാം വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ സ്കൂളിലെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, വിശേഷങ്ങളെല്ലാം. അങ്ങനെ ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കുമ്പോണ്ട് ഇടുന്ന് രണ്ടാളും എൻ്റെ കൗണ്ടർ എടുത്തിട്ട് ഇങ്ങനെ സലാത്തില്ലെന്ന് നോക്കുമ്പോൾ എന്നാ ഇതുവരെ കാണാത്ത സംഭവമല്ല. നോക്കുമ്പോൾ ബാപ്പാൻ്റെ കലമ്പ് കിട്ടിയിട്ട് ഇങ്ങനെ സലാത്തില്ലെന്ന് തിരക്കില്ലേനും. പിന്നെ ഇവർ നല്ലോണം അടിക്കുമെല്ലാം ചെയ്യും, തിരിച്ച് നല്ലോണം കൊടുക്കും. എനക്കും തിരുത്തുണ്ട്, റിയാസ്ക്കും തിരുത്തുണ്ട്, അടിയെല്ലാം നല്ലോണം കൊടുക്കും. അപ്പം ബാപ്പയും മക്കളും ഭയങ്കര ഫൈറ്റിങ്ങിലാണ്. അപ്പം അങ്ങനെയെല്ലാം കാര്യങ്ങൾ. അങ്ങനെ എന്താ ഒരു മഗ്‌രിബിൻ്റെ സമയമായാലും ഉമ്മയും അനിയത്തിലും വന്നിട്ടുണ്ട്. ഇവന് നേരെ അംഗൻവാടിയിൽ നിന്ന് പോയതാണ് കേട്ടോ. രാവിലെ ഇവനെ അംഗൻവാടി കൊണ്ടാക്കി ആടുന്ന ഉമ്മയും അവർ പോകുമ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് പോയതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അവനെന്തല്ലോ കളിക്കുന്നു. ഭയങ്കര നാണെല്ലാം, കണ്ണെല്ലാം ചീഞ്ഞ് മുഖമെല്ലാം പൊത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെന്താ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ റിയാസ്ക പള്ളിയിൽ പോയിട്ടുണ്ട്. റിയാസ്ക്കാണ് കേട്ടോ ബാങ്ക് കൊടുക്കുന്നത്.
حي على പിന്നെ ഉമ്മ പോകുമ്പോൾ എന്നോട് പറഞ്ഞ് ഫ്രിഡ്ജിൽ മീനുണ്ട്, നീ എടുത്തിട്ടൊന്ന് കറി വെക്കണേ. പക്ഷെ ഞാൻ കറി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ കുറേ സമയം ഇരുന്നിട്ടിങ്ങനെ ഇരുന്നിട്ടല്ല ഇങ്ങനെ റെസ്റ്റ് എടുത്ത്. കാര്യം എൻ്റെ കാലിന് തീരെ എന്താ പറയുക, കുറേ സമയം നിൽക്കുമ്പോൾ നല്ല വേദന ഉണ്ടാവും. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിന് ഇങ്ങനെ കുറേ സമയം നിൽക്കറ്, അതുപോലെ നടക്കറ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലിന് കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിന്. പിന്നെയെന്ന് വെച്ചാൽ കുട്ടികളുള്ളതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നുമില്ലല്ലോ. കാര്യം അവർ കാര്യം ചെയ്തെടുക്കണോ, എല്ലാം ഇവർ സ്കൂളിലും മദ്രസയെല്ലാം പോകുന്നില്ല, അതെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതാ കറിക്ക് വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീനേനും കുറച്ച് ബാക്കിയുള്ള ചെമ്മീനേനും ഉണ്ടായിന്. അപ്പോൾ അതൊന്ന് കറി വെക്കലാന്ന്. ഇത് ഞാൻ തേങ്ങ ഉടക്കുന്നതാണ് കേട്ടോ. കാര്യം എൻ്റെ ചുറ്റിലും 3-4 ആൾക്കാരുണ്ട്. എല്ലാവരും തേങ്ങൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വെള്ളം പോലും മിസ്സാവാണ്ട്, ഒരു തുള്ളി വെള്ളം പോലും മിസ്സാവാണ്ട് ഒഴിക്കാനെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ പകുതി വെള്ളവും മറന്നുപോയി. അങ്ങനത്തെ ഇതിപ്പോൾ അടി നടക്കുന്ന സമയമാണ്. തേങ്ങൻ്റെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അടി തേച്ച് നടക്കുക. അങ്ങനെതാ അസാൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോന് വെള്ളം മേടിച്ച് വന്നിട്ട് ഇവിടെ കൊണ്ടുപോയി നിറച്ചിട്ടുണ്ട്. കാര്യം ഓനിക്ക് ഈ തേങ്ങൻ്റെ വെള്ളമൊന്നും ഇഷ്ടമല്ല. ഓനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഓൻ വിചാരിക്കുന്നത് മറ്റുള്ളവരും കുടിക്കണ്ടെന്ന്. അതുകൊണ്ട് ഓൻ അങ്ങനെ തന്നെ എടുത്ത് കൊണ്ടുപോയി മറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടേന് അസാന് ദേഷ്യം വന്ന് ഓന് 2 അടിയെല്ലാം കൊടുത്ത്. അപ്പം അങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ. ശരിക്കും എടുത്ത് കാര്യങ്ങളെല്ലാം ചിരിയെല്ലാം വരുന്ന സംഭവമാണ്. അങ്ങനെ കുട്ടികളെ കളിയെല്ലാം ഭയങ്കര ചിരിയും വരും, എന്നാൽ അതുപോലെ തന്നെ അവരോട് ദേഷ്യവും വരും. അസാൻ കണ്ട ദേഷ്യം പിടിച്ചിട്ട് കൈ ഇങ്ങനെ നടുവിനെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ അല്ലെങ്കിൽ ഇനി പിന്നെ ഇവരോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരങ്ങനെ ഒറ്റക്ക് പഠിക്കുമൊന്നുമില്ല. ഞാൻ അടുത്തിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പഠിക്കൂ. അവൻ കൈമിലൊരു വടിയെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് 2-3 പ്രാവശ്യമെല്ലാം ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന് പഠിച്ചോളും. അല്ലെങ്കിൽ ഇതാ 3 കൂടിയിട്ട് ഭയങ്കര കളിയായിരിക്കും. പിന്നെ ഇവനെ അവരെ പഠിക്കാനും വിടില്ല. ഇവന് പെന്ന് വേണ്ടി വരും, നോട്ട് വേണ്ടി വരും, അങ്ങനത്തെ ഉള്ള അവസ്ഥയാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കാലൊന്ന് അയച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് പോകാൻ പറഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ പോകുന്നതാണ്. നമ്മളെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഞാൻ കാണിക്കുന്ന ഡോക്ടർ. എന്ന് വെച്ചാൽ ഗുരുക്കളാണ്. പറയുന്നില്ല ഗൈസ്, എൻ്റെ കാല് കഴിച്ചിട്ടാൻ വേണ്ടി പോവാണ്. നമ്മളെ ഡോക്ടറിൻ്റെ വീട് തൊട്ടടുത്താണ് ഗൈസ്. ഇതാണ് നമ്മളെ വട്ടപ്പറമ്പ് മസ്ജിദ്. ഞാൻ മെല്ലനെ നടക്കുന്നുള്ളൂ. റിയാസ്ഖാൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലനെ നടന്നിട്ടുള്ളൂ. വീഡിയോയിൽ അങ്ങനെ സ്പീഡ് പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ എന്താ നമ്മളിവിടെ എത്തി. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നേരെ തൊട്ടിപ്പുറത്താണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നാൽ അങ്ങനെ ദൂരെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കുറഞ്ഞിട്ടുണ്ട്, വെയ്ക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ വേഗം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ഇതാ എന്തെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പുറക്കേക്ക് പോകുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ കാർണോറ വീട്. കാർണോറ വീട്ടിൻ്റെ നേരെ ബേക്കിലാണ് എൻ്റെ വര. പിന്നീട് വന്ന് നോക്കുമ്പോൾ ഞാൻ തേങ്ങയെല്ലാം ഉരിച്ചു കൊടുത്തിട്ട് പോയതുകൊണ്ട് ഉമ്മ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ തേങ്ങ അരക്കുന്നുണ്ട്. ഇനിയിപ്പം വേഗം കറിയാക്കട്ടെ. അങ്ങനെ ചട്ടി വെച്ച് നെയ്യെല്ലാം ഒഴിച്ചിട്ടുണ്ട്. നമ്മളാദ്യം വിചാരിച്ച് മറ്റേ കക്കറോട്ടിയില്ലേ, അതിൽ ചെമ്മീനിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യില്ലേ, ചെമ്മീൻ അതുപോലെ കക്കറോട്ടിയിൽ നമ്മളധികം ബീഫ് അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കില്ലേ, അതാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉമ്മ പറഞ്ഞു മതി, ഇനി അതിനൊന്നും നിൽക്കണ്ട, കുറേ സമയം എടുക്കും, എനിക്ക് കാലിനിതില്ലാലോ, കുറേ സമയം നിൽക്കണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഞാനും വിചാരിച്ചാൽ എന്നാൽ മതി, വേറെ എന്തെങ്കിലും ആക്കാമെന്ന്. അങ്ങനെ ഒറോട്ടിയും ഇങ്ങനെ കറിയും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി ഉള്ളിലും ഇട്ടിട്ട് അതെല്ലാം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്.
അതിൻ്റെ ഇടയിൽ റിയാസ്ക്ക് ചായക്ക് വെച്ച് അങ്ങനെ ചായ കൊടുക്കലാന്ന്. പിന്നെ ഉപ്പ വന്നിട്ടുണ്ടേനു. ഉപ്പ വന്ന് ചായ എല്ലാം കുടിച്ച് ഉപ്പ വന്നേ പാടി ചായ കുടിക്കും, അതുപോലെ ചോറ് തിന്നും. കാര്യം ഉപ്പ ഉച്ചയ്ക്ക് ചോറ് തിന്നില്ല, അതുകൊണ്ട് വന്നിട്ടാണ് ഉപ്പ ചോറ് കഴിക്കൽ. അപ്പം ഞാൻ മഞ്ഞപ്പൊടി ഇടുന്ന സമയത്ത് കുറച്ചധികമായിപ്പോയി. അങ്ങനെ എന്നിട്ട് ഉപ്പ അന്നേരം എന്നോട് പറഞ്ഞിനി മഞ്ഞപ്പൊടി ഇടുമ്പോൾ മോളെ സ്പൂൺ എടുത്തിട്ടിടുന്നത്. ഞാൻ പറഞ്ഞ പോലെ കേട്ടിട്ടേ ഇല്ല. അപ്പം അതാ എന്താന്ന് പറയുന്നത്, മൂത്തവർ പറയും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നില്ലേ, അത് ശരിയാണെന്ന് പിന്നെ തോന്നിയത്. കാര്യം കുറച്ച് മഞ്ഞപ്പൊടീൻ്റെ ഒരു ചൊയ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ ഭരണിക്കുള്ളിലെ ഉപ്പെടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഭരണിയിൽ നിന്നെല്ലാം ഉപ്പെടുക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഉമ്മാനോട് പറയില്ലേനും ഇങ്ങനെ കുറച്ച് 2-3 ഇങ്ങനത്തെ ഭരണികളും ഒന്ന് വാങ്ങണമെന്ന്. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ചായ വരെ കുടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ കുടിക്കാണ്ട് രാവിലെ എണീറ്റമാടും വോയിസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് മാറ്റങ്ങളെല്ലാം ഉണ്ടാവും സൗണ്ടിൽ. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കണമെന്നൊന്നും വിചാരിച്ചതേ അല്ലേ. കാര്യം പിന്നെ ചിന്തിച്ച് ഏതായാലും ഞാൻ കാലം വെച്ചിട്ട് ഇങ്ങനെയെല്ലാം പണിയെടുക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ അങ്ങ് വീഡിയോയും കൂടി എടുക്കാം. കാര്യം ഞാൻ അത്രയും കാലം വെച്ചിട്ട് ഇങ്ങനെ പണിയെടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഇതും കൂടി അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇനി കറിയിൽ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനൊന്ന് തിളച്ച് വന്നാലേ നമ്മളെ കറിയുടെ സെറ്റാവും. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ കുറച്ച് എനർജി ലെവലൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പഴമെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഉമ്മ മീനിൽ പുളിയെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പണിയായിട്ട് നിങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് എൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റെല്ലാം കുറവായിരിക്കും ഈ വീഡിയോയിൽ. ഫോൺ വെച്ച് മാത്രമേ ഫോണിൻ്റെ ആ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെതാ നമ്മൾ മല്ലിച്ചപ്പെല്ലിട്ടിട്ട് കറിയുടെ ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്നറിയാം, ഞാനന്ന് കാലിന് ഇതാകുന്ന സമയത്ത് ആ ഒരു ദിവസം എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അതെടുത്തിട്ട് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന്. അത് ഞാൻ ആക്കി വെച്ചിട്ട് പിന്നെ കുപ്പിയിൽ ഒഴിക്കാൻ മറന്നുപോയി. പിന്നെ ഓർമ്മ വന്നേ, അങ്ങനെ അതും കൂടി ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാച്ചിയ എണ്ണ മാത്രമൊന്നുമല്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുക. നമുക്കിങ്ങനെ തോന്നുമ്പോഴേ കാച്ചലുള്ളൂ. തോന്നുമ്പം കാച്ചി വെക്കും, ഇല്ലെങ്കിൽ അത് തീർന്നാൽ പിന്നെ കാച്ചാൻ നോക്കില്ല. ചില ആൾക്കാരുണ്ട് എപ്പോഴും ഡെയിലി കാച്ചിയ എണ്ണ തന്നെ യൂസ് ചെയ്യുന്ന ആൾ. അപ്പോൾ അതാ അതിൻ്റെ വേസ്റ്റിലുള്ള നെയ്യെല്ലാം ഇങ്ങനെ ഞെക്കി പിഞ്ഞെടുത്തിട്ട് ആ കുപ്പിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ ഒറോട്ടിയെല്ലാം ചുടുന്നുണ്ട്, ഒറോട്ടിയെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ അതായത് രാത്രിക്കത്തെ ഫുഡും റെഡിയായി. അങ്ങനെ ഒറോട്ടിയും നമ്മളെ മീൻകറിയും സെറ്റായി കിട്ടി. ഇനി എല്ലാവരും കഴിക്കലാന്ന്. പിന്നെ ഞാനും മക്കളും റിയാസ്ക്കിയും കഴിക്കലാന്ന്. ഉപ്പ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചോറ് കഴിച്ചിട്ടുണ്ട്, ഉപ്പ ഒറോട്ടി കഴിച്ചിട്ടില്ലേനോ. അവസാനം ഉറങ്ങിക്കൊണ്ട് വരുന്നോണ്ടെല്ലാം ഇരുന്നിട്ട് ഉറങ്ങിക്കൊണ്ടെല്ലാം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നോട് സൂപ്പർ എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ ചെമ്മീൻ കറിയെല്ലാം വെച്ചാൽ നമുക്ക് അങ്ങനെ ചെമ്മീൻ അങ്ങനെ ഉണ്ടാവില്ല. കാര്യം കുട്ടികൾ നല്ലോണം കഴിക്കും, പിന്നെ അവർക്കങ്ങ് കൊടുക്കും. അപ്പോൾ അങ്ങനെയില്ലാന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇതാ റിയാസ്ക്കാൻ ഉണ്ടാക്കും ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഒറോട്ടി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അതായത് വൈകുന്നേരം ടു രാത്രി വരെ. പിന്നെ മോൻ കരഞ്ഞെടുത്തോണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ട് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ടും കൂടി ചെയ്യുക.